ഉള്ളൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് ആരൊക്കെ അങ്ങനെയുള്ളവരെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മളതിലേക്ക് പോകാതെ നമ്മള് ലഹരി എന്ന് പറയുന്ന മാരകമായ വിപത്തിൽ നിന്ന് രക്ഷ നേടണം. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് ഇതിനടിമപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന് പണം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി പദാർത്ഥങ്ങൾ വർജിക്കാൻ എന്റെ മതം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. അത് സർവ്വമാണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു അടുത്ത് വിളിച്ചാൽ നമ്മുടെ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി വിൽപ്പന ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഈ ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നാം നമ്മോട് ചോദിച്ചിട്ടുണ്ടോ? നാം എപ്പോഴെങ്കിലും നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് ആലോചന നിമഗ്നരായിട്ടുണ്ടോ? മരണമെന്ന അനിവാര്യതയെ കുറിച്ച് ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഓർക്കുന്നുണ്ട്? മരണത്തിൽ നിന്നും ഒളിച്ചോടാൻ നമുക്ക് കഴിയില്ലല്ലോ. നാളെ വേണ്ട, ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ അവശേഷിക്കുമെന്നോ നമുക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ട് നമുക്ക് പറയാനാകില്ല. വൈകുന്നേരമായാൽ പ്രഭാതമാകുമെന്നും നമുക്ക് പ്രതീക്ഷയില്ല. നിഴൽ പോലെ കൂടെയുണ്ടല്ലോ മരണം. മരണം എപ്പോഴും എന്നെ വേട്ടയാടുമെന്ന് ചിന്തിക്കും. 70% പേർ പുരുഷന്മാരുമാണ്. ഒരു സെക്കൻഡിൽ ലോകത്ത് 28,258 പേർ അശ്ലീല ചിത്രങ്ങൾ കാണുന്നു. ഇന്റർനെറ്റിൽ നടക്കുന്ന ഡൗൺലോഡുകളിലെ 35% പോൺ വീഡിയോകളാണ്. ഒരു മാസത്തിൽ 1.5 ദശലക്ഷം പോൺ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു. 93.2% ആൺകുട്ടികളും 62.1% പെൺകുട്ടികളും 18 വയസ്സ് തികയും മുമ്പേ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നവരാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിൽ ചിലത് മാത്രമാണിത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ചോദ്യം. 75 ദശലക്ഷം പേരിൽ നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുനരാലോചനയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് മാറണം. ഉശിരുള്ള തന്റേടികളായ ആൺകുട്ടികളായി നമുക്ക് തിരിച്ചു വരണം. കൗമാരക്കാർക്കിടയിൽ ലഹരി മരുന്നുകൾ വർദ്ധിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. 10ഉം 12ഉം പ്രായമുള്ളവർ വരെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാകുന്നു. വിദ്യയുടെ വെളിച്ചം വിതരേണ്ട, നന്മയുടെ പാഠങ്ങൾ നുകരേണ്ട നമ്മുടെ വിദ്യാലയങ്ങളിൽ ലഹരി മാഫിയകൾ ലക്ഷ്യങ്ങൾ നമ്മുടെ ഇനി ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ നിന്ന എല്ലാവർക്കും SKSBയുടെ പേര് നന്ദി പറയുന്നു. നമ്മുടെ അധ്യക്ഷൻ, പിന്നെ അവിടെ അസംബ്ലി ഉണ്ടായി, പ്രതിജ്ഞ എടുത്ത സാധ്യമേ, പിന്നെ കാര്യങ്ങൾ വന്ന ഉസ്താദ്, സദർ ഉസ്താദ്, ഷാമിഖ് ഉസ്താദ്, എല്ലാ ഉസ്താദന്മാർക്കും അവിടെ പങ്കെടുത്ത എല്ലാവർക്കും SKSBയുടെ പേര് നന്ദി.